ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന യാത്രാ വാഹനങ്ങൾക്ക് സ്പെഷ്യൽ പെർമിറ്റ് ഓൺലൈനായി എങ്ങനെ എടുക്കാം എന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. പ്രോസസ്സിൽ മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് പുതിയ വീഡിയോ ചെയ്യുന്നത്. അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ടാക്സി കാറുകൾ, ടൂറിസ്റ്റ് ബസ്, കാരവൻ, വാൻ തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കേണ്ടി വരും. പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് സ്പെഷ്യൽ പെർമിറ്റിന് അപ്ലൈ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് സ്പെഷ്യൽ പെർമിറ്റ് അനുവദിച്ച് കിട്ടും. അപ്പോൾ തന്നെ പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ RTO റിലേറ്റഡ് വീഡിയോസ് എന്നൊരു പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 30-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വിനോദ, വിദ്യാഭ്യാസ, തീർത്ഥാടന ആവശ്യങ്ങൾക്ക് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന യാത്രാ വാഹനങ്ങൾക്കും ഈ സ്പെഷ്യൽ പെർമിറ്റ് ആവശ്യമാണ്. ഇതിനായി സന്ദർശിക്കേണ്ട പരിവാഹൻ്റെ വെബ്സൈറ്റ് ഇതാണ്. മുകളിൽ ഓൺലൈൻ സർവീസിൽ പ്രസ് ചെയ്താൽ താഴെ പെർമിറ്റ് റിലേറ്റഡ് സർവീസ് എന്നും വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്നും 2 ലിങ്കുകൾ കാണാം. ഇതിൽ പെർമിറ്റ് റിലേറ്റഡ് സർവീസിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയി ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടി നമുക്കിതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വെഹിക്കിൾ റിലേറ്റഡ് സർവീസിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് ഈ ഒരു പേജിലെത്തിയതിന് ശേഷം വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറിൽ പ്രസ് ചെയ്ത് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ഗ്യാപ്പൊന്നുമില്ലാതെ. ഇതിനിടയ്ക്ക് ഒരു പോപ്പപ്പ് വിൻഡോ, നീല പോപ്പപ്പ് വിൻഡോ വരുന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കളയാവുന്നതാണ്. ഇവിടെ അത് വന്നിട്ടില്ല. രജിസ്ട്രേഷൻ നമ്പറിന് അവസാനം 4 ഡിജിറ്റ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇടത് സൈഡിൽ 0 ചേർത്ത് 4 ഡിജിറ്റ് ആക്കണം. അതിനുശേഷം തൊട്ട് താഴെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. വീണ്ടും ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. അതിന് മുകളിൽ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് നമുക്ക് ഓൺലൈനായി ചെയ്യാൻ സാധിക്കുന്ന സർവീസുകളുടെയൊക്കെ ലിങ്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഒട്ടുമിക്ക സർവീസുകളും നമ്മൾ വീഡിയോയിൽ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നമ്പർ RCയുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള 2 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് നമുക്ക് ഉടൻ തന്നെ ലിങ്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആധാർ ബേസ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ചാണ് അപ്പോൾ തന്നെ ചെയ്യാൻ കഴിയുന്നത്. ഇനി അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ ആൻഡ് അപ്രൂവൽ വിൽ ബി ഡൺ അറ്റ് RTO എന്നൊരു മറ്റൊരു ലിങ്ക് കാണാം. അവിടെ ചെയ്ത് ഓൺലൈനായിട്ട് ചെയ്തതിന് ശേഷം നേരിട്ട് RTO പോയാണ് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ചെയ്തവർക്ക് അത് ചെയ്യേണ്ട ആവശ്യവും. ഈ 2 രീതിയിലും എങ്ങനെ ചെയ്യാമെന്നതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൺലൈൻ സർവീസ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഓൺലൈൻ പെർമിറ്റ് എന്നും വരും. ആ ഓൺലൈൻ പെർമിറ്റിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ നേരത്തെ കൊടുത്ത പോലെ ഗ്യാപ്പൊന്നുമില്ലാതെ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അതിന് തൊട്ട് താഴെയായിട്ട് ചേസിസ് നമ്പർ എന്ന് RCയിൽ എഴുതിയിരിക്കുന്ന ഷാസി നമ്പറിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ ആധാർ നമ്പറെന്നും മൊബൈൽ നമ്പറെന്നും 2 ലിങ്കുകൾ കാണാം. ഇവിടെ ആധാർ നമ്പർ ഉപയോഗിക്കാം. പക്ഷേ കുറച്ചുകൂടെ സൗകര്യപ്രദം തൊട്ടുപുറത്ത് മൊബൈൽ നമ്പർ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ RCയിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ ഡിജിറ്റ് അവിടെ കാണിക്കുന്നതാണ്. തൊട്ട് താഴെ ജനറേറ്റ് OTPയിൽ പ്രസ് ചെയ്താൽ ആ മൊബൈലിലേക്ക് OTP വരും. ആ 4 അക്ക OTP വരും. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിനിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ വീണ്ടും പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി നമുക്ക് പെർമിറ്റ് പേജിലേക്ക് ഡാഷ്ബോർഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ പെർമിറ്റുമായി ബന്ധപ്പെട്ട ധാരാളം ലിങ്കുകൾ കാണുവാൻ സാധിക്കും. ഇതിൽ ഒട്ടുമിക്ക വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. RTO റിലേറ്റഡ് വീഡിയോസ് എന്ന പ്ലേലിസ്റ്റിൽ ഇവയൊക്കെ ലഭിക്കും. ഇവിടെ നമുക്ക് വേണ്ടുന്നത് സ്പെഷ്യൽ പെർമിറ്റാണ്. അവിടെ നമുക്ക് സ്പെഷ്യൽ പെർമിറ്റിൻ്റെ ആ റൗണ്ട് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ ക്യാമറ ഫൈൻ അടയ്ക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ക്യാമറ ഫൈൻ, അതേപോലെ ഫിറ്റ്നസ്, പൊല്യൂഷൻ, ഇൻഷുറൻസ് തുടങ്ങിയവയൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം, പക്ക ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ചെയ്തുകൊണ്ട് പ്രയോജനമുള്ളൂ. ചെക്ക് പോസ്റ്റിൽ ഇതൊക്കെ പരിശോധിക്കുന്നതാണ്. ഞാനിവിടെ പ്രൊസീഡ് കൊടുത്തതിന് ശേഷം ആ ക്യാമറ ഫൈൻ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓണർ ഡീറ്റെയിൽസ്, അതർ നെസസറി ഡീറ്റെയിൽസ്, പ്രീവിയസ് പെർമിറ്റ് ഡീറ്റെയിൽസ് തുടങ്ങിയ ലിങ്കുകളൊക്കെ കാണാം. അതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അവസാനമായിട്ട് ഫിൽ സ്പെഷ്യൽ പെർമിറ്റ് ഡീറ്റെയിൽസ് എന്ന് കാണാം. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്യണം. തുടർന്ന് ഇവിടെ ആദ്യം അലോട്ട്മെൻറ്റ് ഓഫീസ് എന്ന് കാണാം. വാഹനം രജിസ്റ്റർ ചെയ്ത ഓഫീസാണ്. ആ ഓഫീസിൽ നിന്നാണ് നമുക്ക് പെർമിറ്റ് അനുവദിച്ച് കിട്ടുന്നതും. ഇവിടെ ഞാനിപ്പം കൊട്ടാരക്കരയാണ് അത് തിരഞ്ഞെടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ വരുന്നതാണ്. അടുത്തത് വാലിഡ് ഫ്രം ഡേറ്റ്, നമ്മൾ എന്നാണ് യാത്ര പുറപ്പെടുന്നത്,
ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുന്നത്, ആ ഡേറ്റാണ് അവിടെ കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം പീരീഡ് മോഡ് എന്നുള്ളിടത്ത് ഡേയ്സ് സെലക്ട് ചെയ്യണം. അതിനുശേഷം പീരീഡ് എത്ര ദിവസത്തേക്ക് വേണം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഇവിടെ നമ്മൾ യാത്ര പോയി ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് അന്യ സംസ്ഥാനത്ത് പോയി തിരിച്ച് വന്ന് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുന്നത് വരെയുള്ള ദിവസങ്ങൾ കണക്കാക്കിയാണ് ഫ്രം ടൂവും ഡേറ്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്നാണ് യാത്ര പുറപ്പെടുന്നതെന്നുള്ള ഫ്രം ഡേറ്റ് കൊടുത്തിട്ട് ഡേയ്സ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എത്ര ദിവസത്തേക്ക് വേണം എന്ന് മാത്രം കൊടുത്താൽ മതി. ടു ഡേറ്റ് എന്ന് വരെ ഉണ്ടെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നുകൊള്ളും. എനിക്കിവിടെ ഒരു ദിവസത്തേക്ക് മതി, അതുകൊണ്ട് ഡേയ്സ് സെലക്ട് ചെയ്തതിന് ശേഷം പീരീഡ് എന്നുള്ളിടത്ത് 1 കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമുക്കവിടെ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്, എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ താഴോട്ട് അതിൻ്റെ റോസ് താഴോട്ട് പ്രത്യക്ഷപ്പെടും. അവിടെ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. എനിക്കിവിടെ 12 പേരുണ്ട്. 12 ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, താഴോട്ട് അതിൻ്റെ റോസ് വന്നോളും. അതിനുശേഷം യാത്ര പോകുന്ന ഓരോരുത്തരുടെയും പേരും വയസ്സും ജെൻഡറും അഡ്രസ്സും കൊടുക്കേണ്ടതുണ്ട്. ഇതിനൊരു ക്യാപ്റ്റനുണ്ട്. ക്യാപ്റ്റൻ ഈ യാത്രാ സംഘത്തിലെ ഒരു പ്രധാനി ഉണ്ടാകും. ആ ആളിൻ്റെ പേരും അഡ്രസ്സും ആദ്യം കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളവരുടെയൊക്കെ പേരും ജെൻഡറും വയസ്സും കൊടുത്തതിന് ശേഷം ഈ ക്യാപ്റ്റൻ്റെ പ്രധാനിയുടെ അഡ്രസ്സ് താഴോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. ഇടയ്ക്ക് തെറ്റിപ്പോയാൽ റിമൂവ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറുടെയും ക്ലീനറുടെയും ഒന്നും ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. യാത്രക്കാരുടെ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ഞാനിവിടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ ട്രാവൽ ഫ്രം ട്രാവൽ അപ്പ് ടു, എവിടെ നിന്ന് എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ഡെസ്റ്റിനേഷൻ എവിടം വരെ പോകുന്നു അതും കൊടുക്കണം. അതിനുശേഷം പർപ്പസ് ഓഫ് ജേണി, എന്താവശ്യത്തിനാണ് പോകുന്നത്, മാര്യേജ് എങ്കിൽ മാര്യേജ്, പിൽഗ്രിമേജ് തീർത്ഥാടനമെങ്കിൽ അത്, ടൂറിസം ടൂർ എങ്കിൽ അത് വിനോദയാത്ര, അങ്ങനെ എന്താണ് ആവശ്യം എന്നുള്ളത് അടുത്തതായിട്ട് ആ കോളത്തിൽ കൊടുക്കണം. അതിനുശേഷം റൂട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. നമ്മൾ പോകുന്ന റൂട്ട് ഹൈഫൻ ഇട്ടാണ് സ്ഥലപ്പേരുകൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ സ്ഥലം വെളിയമാണ്. ഇവിടെ ഞാനിപ്പോൾ അച്ചൻകോവിലേക്ക് പോവുകയാണെങ്കിൽ വെളിയം ഹൈഫൻ കൊട്ടാരക്കര ഹൈഫൻ കുളത്തൂപ്പുഴ ഹൈഫൻ അച്ചൻകോവിൽ, അങ്ങനെയാണ് കൊടുത്തു പോകേണ്ടുന്നത്. അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരികയും സേവ്ഡ് എന്ന് കാണിക്കുകയും ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുകയും ചെയ്യും. തൊട്ട് താഴെ വെരിഫൈ നൗ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ആപ്ലിക്കേഷൻ നമ്പർ ഒരിക്കൽ കൂടി കാണിക്കുകയും അവിടെ ഷോ എന്ന് കാണും. ആ ഷോയിൽ പ്രസ് ചെയ്താൽ നമ്മൾ നേരത്തെ കാണിച്ച ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി വരുന്നതാണ്. ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഏറ്റവും അവസാനം വന്ന് ഫിൽ സ്പെഷ്യൽ പെർമിറ്റ് ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. തുടർന്ന് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഒരിക്കൽ കൂടി കാണിക്കും. ഒന്നും ചെയ്യാനില്ല, നെക്സ്റ്റ് കൊടുക്കുക. തുടർന്ന് വീണ്ടും പാസഞ്ചർ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി കാണിക്കും. തെറ്റുണ്ടോ എന്നൊക്കെ നോക്കാവുന്നതാണെന്നും അവിടെ ഒന്നും ചെയ്യാനില്ല, നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. തുടർന്നും വീണ്ടും നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് തന്നെയാണ് കാണിക്കുന്നത്. ഷോ ഡീറ്റെയിൽസ് കൊടുത്ത് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ പേ നൗ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ താഴെയായിട്ട് കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് തുടർന്ന് നമ്മൾ പേയ്മെൻറ്റ് പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ ടോട്ടൽ സർവീസ് ചാർജ് ഉൾപ്പെടെ 360 രൂപയാണ് അടയ്ക്കേണ്ടുന്നത്. മേക്ക് പേയ്മെൻറ്റിൽ തൊട്ട് താഴെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ വീണ്ടും യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പേയ്മെൻറ്റ് പേജിലേക്ക് എത്തും. ഇവിടെ ഈ ട്രഷറി തിരഞ്ഞെടുത്തതിന് ശേഷം താഴെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോയതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇവിടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI പേയ്മെൻറ്റ് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. തുടർന്ന് നമുക്ക് പേയ്മെൻറ്റ് റെസിപ്റ്റ് ലഭിക്കും. ഇതല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിനുശേഷം മുകളിൽ ഹോം എന്ന് കാണാം. ആ ഹോമിൽ പ്രസ് ചെയ്ത് പെർമിറ്റ് പേജിലേക്ക് നമ്മൾ പോകേണ്ടുന്നതുണ്ട്. അങ്ങനെ പെർമിറ്റ് പേജിൽ എത്തിച്ചേർന്നാൽ നമുക്കിവിടെ പ്രിൻറ്റ് ഡോക്യുമെൻറ്റ്സ് എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ പ്രിൻറ്റ് പെർമിറ്റ്സ് എന്നും കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ നമ്പരോ വാഹനത്തിൻ്റെ നമ്പരോ കൊടുത്ത് ഷോ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള പെർമിറ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നിന്നും നമ്മൾ ഡേറ്റ് നോക്കിയിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്ത പെർമിറ്റിൻ്റെ നേർക്കുള്ള പ്രിൻറ്റിൽ പ്രസ് ചെയ്ത് എസ് പോപ്പപ്പ് വിൻഡോയിൽ എസ് കൊടുത്ത് നമുക്ക് സ്പെഷ്യൽ പെർമിറ്റ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം സാധിക്കുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. പ്രിൻ്റ് കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.